പ്രണയവും അതിനുശേഷമുള്ള ദാമ്പത്യവും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളാണെന്ന് കരുതി കടൽ കടന്ന മലയാളി യുവതിക്ക് UK-യിൽ നേരിടേണ്ടി വന്നത് ആരും ഭയന്ന് വിറയ്ക്കുന്ന പൈശാചിക അനുഭവങ്ങൾ. പ്രണയത്തിൽ തുടങ്ങിയ ഒടുവിൽ ലൈംഗിക വൈകൃതങ്ങളുടെയും ഗാർഹിക പീഡനത്തിന്റെയും അങ്ങേയറ്റം ഇരുളടഞ്ഞ ലോകത്തേക്ക് തള്ളിവിടപ്പെട്ട യുവതിയുടെ അനുഭവങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളക്കര. UK-യിൽ നല്ലൊരു ജോലിയും സമാധാനപരമായ ഒരു കുടുംബജീവിതവും സ്വപ്നം കണ്ടുപോയ കൊല്ലം കൊട്ടിയം സ്വദേശിനിയായ യുവതിക്കാണ് സ്വന്തം ഭർത്താവിൽ നിന്നും മനുഷ്യത്വരഹീനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹം. തുടർന്ന് മികച്ച ഭാവി ലക്ഷ്യമിട്ട് ലണ്ടനിൽ ജോലിക്കായി ഇരുവരും ചേക്കേറുകയായിരുന്നു. എന്നാൽ തുടക്കത്തിൽ സാധാരണ പോലെ മുന്നോട്ടു പോയ ദാമ്പത്യത്തിലേക്ക് വൈകാതെ തന്നെ ഭർത്താവിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും ലൈംഗിക വൈകൃതങ്ങളും വില്ലനായി കടന്നുവന്നു. മനോഹരമായ ഓർമ്മയ്ക്കാണ്, എനിക്ക് കാണാൻ വേണ്ടിയാണെന്നൊക്കെ വിശ്വസിപ്പിച്ച മൊബൈൽ ഫോണിൽ ഭാര്യയുടെ കിടപ്പറ ദൃശ്യങ്ങൾ ഇയാൾ നിരന്തരം നിർബന്ധിച്ച് പകർത്തി തുടങ്ങി. യുവതി ഇതിനെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴൊക്കെ ആദ്യമൊക്കെ സ്നേഹം നടിച്ചും പിന്നീട് കടുത്ത ഭീഷണി മുഴക്കിയും ഇയാൾ ക്യാമറ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നത് തുടർന്നു പോന്നു. എന്നാൽ തനിക്ക് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച രഹസ്യ ദൃശ്യങ്ങൾ ഇയാൾ പോൺ വെബ്സൈറ്റുകൾക്ക് വിറ്റ് പണമാക്കുകയായിരുന്നു എന്ന് ആ പാവം യുവതിക്ക് സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ കഴിയുമായിരുന്നില്ല. കൂടാതെ UK-യിലെ സജീവമായ കപ്പിൾ സ്വാപ്പിംഗ് അഥവാ പങ്കാളികളെ പരസ്പരം കൈമാറൽ ഗ്രൂപ്പുകളിലും ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു. സ്വന്തം ഭാര്യയുടെ അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളും ഈ ഗ്രൂപ്പുകളിൽ പരസ്യമായി ഷെയർ ചെയ്യാനും മറ്റു പുരുഷന്മാരുമായി കിടക്ക പങ്കിടാൻ ഭാര്യയെ നിർബന്ധിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയതോടെയാണ് ഇയാളുടെ ക്രൂരമായ യഥാർത്ഥ മുഖം പൂർണ്ണമായും പുറത്തുവന്നത്. ഈ ക്രൂരതകൾ അവിടെയും തീർന്നില്ല. ഇയാൾ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത ദൃശ്യങ്ങൾ ഓൺലൈനിൽ കണ്ട വിദേശത്തുള്ള ചില മലയാളി സുഹൃത്തുക്കളാണ് ഞെട്ടിക്കുന്ന ഈ വിവരം യുവതിയെ നേരിട്ട് വിളിച്ചറിയിക്കുന്നത്. സ്വന്തം ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കണ്ട് മാനസികമായി തകർന്നുപോയ യുവതി ഭർത്താവിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇയാൾ പെരുമാറിയത്. ഇത് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയാണെന്ന രീതിയിലായിരുന്നു ഇയാളുടെ വിചിത്രമായ പ്രതികരണം. സ്വന്തം ഭാര്യയുടെ ദൃശ്യങ്ങൾക്ക് പുറമെ ഇവരുടെ 4 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ ദൃശ്യങ്ങളും ഇയാൾ ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇയാളുടെ അധമമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിസമ്മതിക്കുമ്പോഴൊക്കെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് യുവതിയെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഭർത്താവിന് എന്തോ കടുത്ത മാനസിക തകരാറാണെന്നും കൗൺസിലിങ്ങിലൂടെ ഇയാളെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും കരുതിയാണ് യുവതി കഴിഞ്ഞ ദിവസം ഇയാളെയും കൂട്ടി നാട്ടിലെത്തിയത്. കൊട്ടിയത്തുള്ള ഭർത്തൃവീട്ടിലെത്തിയ ശേഷം 2 ദിവസം കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. എന്നാൽ കൗൺസിലിംഗ് കേന്ദ്രത്തിൽ വെച്ച് സ്വന്തം പൈശാചിക പ്രവൃത്തികൾ പുറത്തു വരുമെന്ന് ഭയന്ന ഇയാൾ 3-ാം ദിവസം വീട്ടിൽ വെച്ച് യുവതിയെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയാൻ ശ്രമിച്ചതിനും ചെയ്ത ക്രൂരതകൾ പുറത്തു പറയുമെന്ന് പറഞ്ഞതിനുമായിരുന്നു പിഞ്ഞുകുഞ്ഞിന്റെ മുന്നിൽ വെച്ചുള്ള രക്തരൂക്ഷിതമായ മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊട്ടും സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ യുവതി UK-യിൽ വെച്ച് ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും അശ്ലീല സൈറ്റുകളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും സഹിതം കൊട്ടിയം പോലീസിനെ സമീപിച്ചതോടെയാണ് പൊതുസമൂഹം ഈ വിഷയം അറിയുന്നത്.